19-ാം നൂറ്റാണ്ടിന്റെ തുടക്കകാലത്ത് സ്വിറ്റ്സർലൻഡിലെ ബാസൽ നഗരത്തിൽ ഒരു മിഷണറി പ്രസ്ഥാനം ഉദയം ചെയ്തു. ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കണമെന്നതായിരുന്നു അവരുടെ ആഗ്രഹം. ആ ലക്ഷ്യവുമായി അവർ അവിടെ നിന്നും യാത്ര ആരംഭിച്ചു. ആ യാത്ര അവരെ ഇന്ത്യയിലേക്കും പിന്നീട് മലബാറിന്റെ മണ്ണിലേക്കും എത്തിച്ചു. വർണ്ണവിവേചനങ്ങളുടെ അതിർവരമ്പുകളെ ഭേദിച്ച് വിദ്യാഭ്യാസത്തിലൂടെയും സേവനങ്ങളിലൂടെയും അവർ സമൂഹത്തിൽ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. അനേകം വെല്ലുവിളികളും പ്രയാസങ്ങളും നേരിട്ടപ്പോഴും വിശ്വാസത്തിൽ ഉറച്ചുനിന്ന് അവർ മുന്നോട്ട് നടന്നു. വിശ്വാസവും ത്യാഗവും കൂടിച്ചേർന്ന ആ ചരിത്രത്തിന്റെ തുടർച്ചയാണ് മലബാർ മഹാ ഇടവക. ഇത് ഒരു ജനതയുടെ രൂപാന്തരത്തിന്റെ കഥയാണ്. പുതിയ പ്രത്യാശകളോടെ, പുതിയ ദൗത്യബോധത്തോടെ ഒരു ദശാബ്ദം പിന്നിട്ട CSI മലബാർ മഹാ ഇടവകയുടെ കഥ. വിശ്വാസം കാലത്തെ അതിജീവിച്ച കഥ. ഒക്ടോബർ മാസം 11-ാം തീയതി കോഴിക്കോടുള്ള ഭദ്രാസന പള്ളിയിൽ വെച്ച് മോഡറേറ്റർ ദ മോസ്റ്റ് റവറൻഡ് ജി ദൈവാശീർവാദം തിരുമേനി നമ്മുടെ മഹാ ഇടവകയെ പ്രതിഷ്ഠിക്കുകയും മലബാർ മഹാ ഇടവകയുടെ മോഡറേറ്റർ കമ്മീസറിയായി റൈറ്റ് റവറൻഡ് BN ഫെൻ തിരുമേനിയെ നിയമിക്കുകയും ചെയ്തു. ക്രിസ്തുവിന്റെ സുവിശേഷത്തിലൂടെ ഒരു ജനതയെ വാർത്തെടുത്ത ബാസൽ മിഷണറി സംഘത്തിന്റെയും CMS മിഷണറി സംഘത്തിന്റെയും ആത്മീയ പൈതൃകത്തിന്റെ പിൻഗാമികളാണ് നാം. ജാതിയുടെയും ഭാഷയുടെയും ദേശത്തിന്റെയും അതിരുകൾക്കപ്പുറം ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നാണ് എന്ന മഹത്തായ സത്യമാണ് നമ്മെ ഒരുമിപ്പിക്കുന്നത്. ആ വിശ്വാസത്തിന്റെ വെളിച്ചത്തിലാണ് മലബാർ മഹാ ഇടവക വളർന്നത്. ആ ഐക്യത്തിന്റെ ശക്തിയിലാണ് മലബാർ മഹാ ഇടവക ഇന്നും മുന്നേറുന്നത്. കാലങ്ങൾ മാറിയാലും തലമുറകൾ മാറിയാലും ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നാണ് എന്ന വിശ്വാസം തന്നെയാണ് ഇന്നും മലബാർ മഹാ ഇടവകയെ പ്രത്യാശയോടെ മുന്നോട്ട് നയിക്കുന്ന ശക്തി. അന്ന് തന്നെ മോഡറേറ്റർ തിരുമേനി ഇന്ന് കാണുന്ന നമ്മുടെ മഹാ ഇടവക ഓഫീസ് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ചരിത്രത്തിന്റെ നിശബ്ദ സാക്ഷിയായി കോഴിക്കോട് മാനാഞ്ചിറയിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ കെട്ടിടത്തിന് ഏകദേശം 1.5 നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. ബാസിൽ മിഷൻ സ്ഥാപിച്ച ഈ പൈതൃക കെട്ടിടമാണ് ഇന്ന് മലബാർ മഹാ ഇടവകയുടെ ഭരണസിരാ കേന്ദ്രം. ബിഷപ്പ് ഓഫീസും വിവിധ ഭരണവിഭാഗങ്ങളും ഉൾപ്പെടെ 16ഓളം ജീവനക്കാർ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു. കഴിഞ്ഞ 10 വർഷങ്ങളായി മഹാ ഇടവകയുടെ വളർച്ചയ്ക്കും വികസനത്തിനും സാക്ഷ്യം വഹിച്ച ഈ കെട്ടിടം ചരിത്രവും പൈതൃകവും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്നു. എന്നാൽ വളരുന്ന ആവശ്യങ്ങളെയും ഭാവി ലക്ഷ്യങ്ങളെയും മുൻകൂട്ടി മനസ്സിലാക്കി കൂടുതൽ സൗകര്യങ്ങളുള്ള പുതിയ മഹാ ഇടവക ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ ആലോചനകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1834 ആരംഭിച്ച ബാസൽ മിഷണറിമാരുടെ ആ യാത്ര വെറും സുവിശേഷ പ്രഘോഷണത്തിന്റെ ഒരു ചരിത്രം മാത്രമായിരുന്നില്ല. വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം പകർന്നും വ്യവസായത്തിലും സാമൂഹിക പരിഷ്കരണത്തിലും അച്ചടി മേഖലയിലും ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. അത് ഒരു ജനതയുടെ ഭാവിയെ രൂപപ്പെടുത്തിയ മഹാകാവ്യമായി മാറി. ഐക്യസഭ രൂപം കൊണ്ടതോടെ വിവിധ മിഷൻ പാരമ്പര്യങ്ങളും ആത്മീയ ദൗത്യങ്ങളും ഒരൊറ്റ കുടക്കീഴിൽ സംഗമിച്ചു. 7 പതിറ്റാണ്ടുകളിലേറെ നീണ്ടുനിന്ന ആ ചരിത്രയാത്രയ്ക്ക് ശേഷം കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളും പാലക്കാടിന്റെ ഒരു ഭാഗവും ഉൾപ്പെടുന്ന CSI മലബാർ മഹാ ഇടവക രൂപം കൊണ്ടു. ഇത് കേവലം ഒരു ഭരണപരമായ പുനഃസംഘടന മാത്രമായിരുന്നില്ല. നൂറ്റാണ്ടുകളുടെ മിഷൻ പാരമ്പര്യവും വിശ്വാസികളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒരുമിച്ചു ചേർന്ന ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായിരുന്നു. പ്രാർത്ഥനയുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ് 2016 മെയ് മാസം 17-ാം തീയതി ഇപ്പോഴത്തെ ബിഷപ്പായിരിക്കുന്ന റൈറ്റ് റവറൻഡ്
ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് സ്ഥാനാരോഹണം നടത്തുവാനും അഭിഷിക്തനാകുവാനും ദൈവം ഇടയാക്കിയത്. Royce Manoj Victor, in your name, and in obedience to our most blessed will, who now ordain and consecrate as bishop in your church. Amen. And receive you to take part with us in this ministry. God bless you, the bishop. ആയിരത്തി 1965 മാർച്ച് 26 പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് പരേതരായ വിക്ടറിന്റെയും ലില്ലിയുടെയും മകനായി ജനനം. ചെറുപ്പകാലത്ത് തന്നെ പഠനത്തിലും സഭാസേവനത്തിലും ഏറെ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ നിന്ന് ഫിസിക്സിൽ ബിരുദവും ബാംഗ്ലൂർ യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് BD ബിരുദവും FFRRC എന്ന സ്ഥാപനത്തിൽ നിന്ന് പഴയ നിയമത്തിൽ MTHും പാസ്സായതിനെ തുടർന്ന് അമേരിക്കയിലെ ടെക്സസ് ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഴയ നിയമത്തിലും ഹീബ്രു ഭാഷയിലും PhD കരസ്ഥമാക്കുകയും ചെയ്തു. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അധ്യാപികയായ ശ്രീമതി ബിന്ദു റോയ്സാണ് തിരുമേനിയുടെ സഹധർമ്മിണി. തന്റെ വിശ്രമമില്ലാത്ത ശുശ്രൂഷ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായി തിരുമേനിയോടൊപ്പം പ്രവർത്തിക്കുന്നു. അവിചാരിതമായിട്ടാണ് ഈ ഒരു സ്ഥാനലബ്ധി എനിക്ക് ലഭിച്ചത്. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയായിട്ടാണ് ഞാൻ അന്ന് നോക്കിക്കണ്ടത്. മലബാർ മേഖലയിലുള്ള സഭകളുടെ വളർച്ച അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലെ വിദൂര പ്രദേശങ്ങളിലുള്ള സഭാജനങ്ങളുടെ ഉന്നമനം വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അതുപോലെ തന്നെ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് വളരേണ്ടത് അത്യാവശ്യമാണ്. ഈ പുതിയ മഹാഇടവക രൂപം കൊണ്ടതിന് ശേഷം ഞാൻ സഭാമിത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ ആയിരുന്നു. നമ്മുടെ തിരുമേനി ഈ നേതൃത്വം ഏറ്റെടുക്കുന്ന സമയത്ത് അന്ന് ഫോണിൽ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ പല ചോദ്യങ്ങൾ ചോദിക്കേണ്ടായി തിരുമേനിയോട്. അതിൽ തിരുമേനി പറഞ്ഞ ഒരു ചോദ്യത്തിന് ഉത്തരം, വിദ്യാഭ്യാസ മേഖലയെ ഏത് തരത്തിലാണ് തിരുമേനി നോക്കിക്കാണുന്നത്? എൻ്റെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും വിദ്യാഭ്യാസ മേഖലകളെയും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഞാൻ നടത്തുക എന്നതിന് മറുപടി പറയുകയുണ്ടായി. വർഷങ്ങൾക്കിപ്പുറം നമുക്കൊരു പരിശോധന നടത്തുകയാണെങ്കിൽ പറഞ്ഞ വാക്ക് മഹാഇടവക അധ്യക്ഷൻ അതുപോലെ പാലിച്ചിട്ടുണ്ട്. കാരണം വിദ്യാഭ്യാസ മേഖലകളുടെ ജീർണ അവസ്ഥകളിൽ നിന്ന്, പഴയ കെട്ടിടങ്ങളിൽ നിന്ന്, വാഹന സൗകര്യങ്ങളില്ലാത്ത സ്കൂളുകളിൽ നിന്ന് എല്ലാ തികവോടുകൂടെ മികവോടുകൂടെ ഒക്കെ നമ്മുടെ സ്ഥാപനങ്ങൾ മാറിയത് ഈ 10 വർഷത്തിനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഈ 10 വർഷത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉയർച്ച, വളർച്ച എന്നുള്ളത് അസംഖ്യമാണെന്ന് പറയാൻ എനിക്ക് സാധിക്കും. കഴിഞ്ഞ ഒരു ദശകക്കാലം മലബാർ മഹാഇടവക വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ മുന്നേറ്റങ്ങൾ അങ്ങേയറ്റം മാതൃകാപരമാണ്. കാസർഗോഡ് മുതൽ പാലക്കാട് വരെ വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ മഹാഇടവകയ്ക്ക് എയ്ഡഡ്, അൺഎയ്ഡഡ് ഉൾപ്പെടെ 52ഓളം വിദ്യാലയങ്ങളുണ്ട്. 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ഈ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നു. കൂടാതെ 1000ഓളം അധ്യാപകരും അനധ്യാപകരും നമ്മുടെ ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. 8 ഹയർ സെക്കൻഡറി സ്കൂളുകളും 8 ഹൈസ്കൂളുകളും ഉൾപ്പെടുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് പഠന മികവിൽ മാത്രമല്ല, അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെയും മാതൃകകളായി മാറിയിരിക്കുന്നു. പഴയ കെട്ടിടങ്ങൾ പലതും നവീകരിക്കുകയും ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ അക്കാദമിക് ബ്ലോക്കുകൾ നിർമ്മിക്കുകയും ചെയ്തു. മറ്റു മാനേജ്മെന്റുകൾക്കിടയിൽ മാതൃകയായി നിലകൊള്ളുന്ന ആധുനിക വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നമുക്കുണ്ടായി എന്നത് അഭിമാനാർഹമായ ഒരു സംഗതിയാണ്. പാലക്കാട് ജില്ലയിലെ മേപ്പറമ്പ്, തൃക്കടേരി എന്നിവിടങ്ങളിലും മലപ്പുറം ജില്ലയിലെ കൊടക്കലിലും പരപ്പനങ്ങാടിയിലും കണ്ണൂർ ജില്ലയിലും പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിച്ചു. കൊയിലാണ്ടി പന്തലായനിയിലെ സ്കൂൾ മഹാഇടവകയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ശ്രദ്ധേയമായ മറ്റൊരധ്യായമായി മാറി. ആ വിദ്യാലയത്തെ
മഹായിടവക സ്വന്തമാക്കുകയും അവിടെ മികച്ച സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. ആധുനിക ടോയ്ലറ്റ് ബ്ലോക്കുകളും മെച്ചപ്പെട്ട പഠന സൗകര്യങ്ങളും വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ച ലക്ഷ്യമാക്കിയ വികസന പ്രവർത്തനങ്ങളും കൂടിച്ചേർന്നപ്പോൾ ഈ വിദ്യാലയങ്ങൾ ഇന്ന് വിദ്യാർത്ഥി കേന്ദ്രീകൃത വിദ്യാഭ്യാസ ദർശനത്തിന്റെ ജീവിക്കുന്ന സാക്ഷ്യങ്ങളായി മാറിയിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്ര ഉറപ്പുവരുത്തുന്നതിനായി കൂടുതൽ യാത്രാ സംവിധാനങ്ങൾ സജ്ജമാക്കി. ഈ ഭൗതിക വികസനങ്ങൾക്കൊപ്പം അക്കാദമിക മികവിലും നമ്മുടെ വിദ്യാലയങ്ങൾ ശ്രദ്ധേയമായ മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ട്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ തുടർച്ചയായി 100% വിജയം കൈവരിക്കാൻ നമുക്കിന്ന് സാധിച്ചിട്ടുണ്ട്. അറിവിലൂടെ ജീവിതങ്ങളെ രൂപപ്പെടുത്തുകയും മൂല്യങ്ങളിലൂടെ ഭാവിയെ വാർത്തെടുക്കുകയും ചെയ്യുന്ന ആ മഹത്തായ ദൗത്യം തലമുറകളിലൂടെ ഇന്നും മുന്നോട്ടു പോകുന്നു. വിഘാതങ്ങൾ പലതുണ്ടാകുമ്പോഴും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു നേതൃത്വം ഉള്ളതുകൊണ്ട്, ചുമതലപ്പെടുത്തിയ ആളുകൾ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ടുമാണ്. ആരോപണങ്ങൾ ഉണ്ടാകാറുണ്ട്, അപഹാസ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനെയൊക്കെ നിശബ്ദമായി തരണം ചെയ്തുകൊണ്ട് പ്രവൃത്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ വളർച്ചകളെല്ലാം ഉണ്ടായിട്ടുള്ളത്. 2020 സ്കൂളുകളുടെ മാനേജറായിട്ട് ചുമതല ഏൽക്കുന്നത്. ആ കാലം അത്രയും ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ മഹായിടവക അധ്യക്ഷൻ്റെയും എഡ്യൂക്കേഷൻ ബോർഡിൻ്റെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും ഡയസൺ ഓഫീസേഴ്സിൻ്റെയും ലോക്കൽ മാനേജേഴ്സിൻ്റെയും PTA അതുപോലെ തന്നെ നോൺ ടീച്ചിങ് അധ്യാപകരുടെയും അനധ്യാപകരുടെയും ഒക്കെ ആ സഹകരണം അതിന് ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇനിയും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും ഉന്നതിയിലെത്തട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മലബാർ മഹായിടവക ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറിയിട്ടുണ്ട്. കോഴിക്കോട് നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന മലബാർ ക്രിസ്ത്യൻ കോളേജ്, ചോമ്പാലയിലെ ക്രിസ്ത്യൻ മുള്ളർ വിമൻസ് കോളേജ്, പരപ്പേരിയിലെ ഹെർമൻ ഗുണ്ടേർട്ട് മെമ്മോറിയൽ വിമൻസ് കോളേജ്, പതിറ്റാണ്ടുകളായി 10,000-കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതങ്ങൾക്ക് ദിശാബോധം നൽകിയ ഈ സ്ഥാപനങ്ങൾ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ പുതിയ ലൈബ്രറി കെട്ടിടങ്ങൾ, ക്ലാസ് മുറികൾ ഉൾപ്പെടെ വിവിധ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ നേതൃത്വത്തിലായിരിക്കുന്ന അച്ഛന്മാരുടെയും ഉപദേശിമാരുടെയും ജീവിത നിലവാരം ഉയർത്തുക ഒരു ലക്ഷ്യമായിരുന്നു. മലബാർ മഹായിടവകയുടെ പ്രഥമ അധ്യക്ഷനായി റവറൻഡ് ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ തിരുമേനി അഭിഷിക്തനാകുകയും അദ്ദേഹം ഈ സഭയുടെ ഈ മഹായിടവകയുടെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മലബാർ മേഖലയ്ക്ക് ഒരു പുരോഗതി ഉണ്ടായത്. നമ്മുടെ അനേക ദേവാലയങ്ങൾ ശോചനീയ സ്ഥിതിയിലായിരുന്നത് നവീകരിക്കപ്പെടുകയും പുതിയ ദേവാലയങ്ങൾ ഉയരുകയും പഴയവ മാറ്റി പുതിയവ സ്ഥാപിതമാകുകയും ചെയ്തു. ോളം സഭകളും ഉപസഭകളും ഉൾപ്പെടുന്നതാണ് നമ്മുടെ മഹായിടവകയുടെ ആത്മീയ അടിത്തറ. മലബാർ മഹായിടവകയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ഈ ദേവാലയങ്ങൾ വെറും കെട്ടിടങ്ങൾ മാത്രമല്ല, ഒരു ജനതയുടെ വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ്. തകർന്നു പോകാതിരിക്കാനായി ഒരു തലമുറയുടെ ഓർമ്മകളെ സംരക്ഷിക്കുന്ന ദൗത്യം കൂടിയായിരുന്നു ഇവയെല്ലാം.
മഹായിടവകയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ ദേവാലയങ്ങൾ വിശ്വാസ സമൂഹത്തിന്റെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ്. കഴിഞ്ഞ ഒരു ദശകത്തിനിടെ മലബാർ മഹായിടവക കൈവരിച്ച ഈ നേട്ടം ഒരു ഭരണവിജയമെന്നതിലുപരി വിശ്വാസത്തിൽ ഒന്നിച്ചു നിന്നാൽ എന്തും സാധ്യമാകുമെന്ന് തെളിയിച്ച ജീവിക്കുന്ന സാക്ഷ്യമാണ്. നമ്മളുടെ മലബാർ മഹായിടവകയിൽ നോക്കിയാൽ മിക്കവാറും എല്ലാ പള്ളികളും അവരുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഒക്കെ ഈ കാലങ്ങളിൽ വളരെ ഒരു കാലത്തും ഇല്ലാത്തതുപോലെ, ഒരുപക്ഷെ ഈ നോർത്ത് കേരളയുടെ ചരിത്രത്തിലില്ലാത്തതുപോലെ നമ്മളുടെ മഹായിടവകയിൽ വിവിധ ദേവാലയങ്ങൾ എന്ത് ചെയ്തു, അത് പുനർനിർമ്മിക്കുകയോ അതിൻ്റെ അറ്റകുറ്റൽ പണി നിർത്തിക്കുകയോ അത് ഭംഗിയാക്കുകയോ ചെയ്തു. ഇതൊക്കെ ആ സഭയിൽ ഒരു ആത്മീയ ഉണർവുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ്. ദേവാലയങ്ങളോടൊപ്പം പാഴ്സണേജുകളുടെയും നവീകരണം ഈ കാലഘട്ടത്തിലെ ശ്രദ്ധേയമായ നേട്ടമാണ്. താമസയോഗ്യമല്ലാതിരുന്ന നിരവധി പാഴ്സണേജുകൾ പുതുക്കിപ്പണിതു. ആധുനിക സൗകര്യങ്ങളോടും മെച്ചപ്പെട്ട അടിസ്ഥാന സംവിധാനങ്ങളോടും കൂടിയ പുതിയ താമസ സൗകര്യങ്ങൾ വൈദികരുടെ ശുശ്രൂഷാ ജീവിതത്തിന് ഇന്ന് കൂടുതൽ അനുയോജ്യമായി മാറിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലായുള്ള ആരാധനാലയങ്ങൾ പലതും കാലപ്പഴക്കത്തിന്റെ ജീർണതകൾ പേറുന്നവയായിരുന്നു. ചില പള്ളികൾ പൂർണ്ണമായും പുതുക്കിപ്പണിയുകയും ചിലത് പൈതൃക ഭംഗി നിലനിർത്തിക്കൊണ്ട് നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നവീകരിക്കപ്പെട്ടതും പുനർനിർമ്മിക്കപ്പെട്ടതുമായ ഓരോ ദേവാലയവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്നാണ് എന്ന മഹത്തായ ആ വിശ്വാസത്തെയാണ്. തലമുറകളെ വിശ്വാസത്തിൽ വളർത്തിയ ഈ വിശുദ്ധ ഇടങ്ങൾ കാലത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ച് ഇന്നും ദൈവസ്നേഹത്തിന്റെ പ്രകാശം സമൂഹത്തിലാകെ പരത്തിക്കൊണ്ടിരിക്കുന്നു. ആത്മീയമായ ഒരു ഉണർവും സഭയ്ക്കുണ്ടാകണമെന്നൊരു ചിന്തയോടുകൂടി പ്രവർത്തിക്കുകയായിരുന്നു. കാരണം നമ്മുടെ സഭകളെല്ലാം വളരേണ്ടിയിരിക്കുന്നു. ഒരു പുതിയ ആവേശം ജനങ്ങളിൽ കാണാനായിട്ട് സാധിച്ചു. അത് ദൈവത്തിൻ്റെ പ്രവർത്തനമായിട്ട് ഞാൻ കാണുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് മഹായിടവകയിലെ അങ്ങോളം ഇങ്ങോളമുള്ള ദേവാലയങ്ങൾ പുതുക്കി പണിയാൻ ഈ നാടുകളിൽ നമുക്ക് സാധിച്ചു. ഇത് ജനങ്ങളുടെ ഒരു മുന്നേറ്റമായിരുന്നു. ഓരോ നവീകരണവും ഒരു കെട്ടിടത്തിന്റെ പുനർജന്മമല്ല, മറിച്ച് സഭയുടെ ഐക്യത്തിന്റെയും ആത്മീയ നവോത്ഥാനത്തിന്റെയും ശക്തമായ പ്രഖ്യാപനമാണ് ഉറക്കെ വിളിച്ചു പറയുന്നത്. ഗ്രാമങ്ങളുടെ നിശബ്ദതയിലും നഗരങ്ങളുടെ തിരക്കിലും മലമുകളിലെ തണുത്ത പ്രഭാതങ്ങളിലും കടൽ തീരങ്ങളിലെ സന്ധ്യാസമയങ്ങളിലും വിശ്വാസത്തിന്റെ മണിനാദമായി ഉയർന്നു നിൽക്കുന്ന 85ഓളം സഭകളും അവയുടെ ഉപസഭകളും കാലത്തിന്റെ സാക്ഷികളായി ഇന്നും മലബാറിന്റെ മണ്ണിൽ ഉറച്ചു നിൽക്കുന്നു. ജർമ്മനിയിലെ ബ്രട്ടൻ ബ്രുക്സാൽ ഡിസ്ട്രിക്ട് ചർച്ചും മലബാർ മഹായിടവകയും വർഷങ്ങളായി സഹകരിച്ചു പ്രവർത്തിച്ചു വരുന്നു. മലബാർ മഹായിടവകയുടെ പ്രവർത്തനങ്ങൾക്ക് ഈ സഭയുടെ പിന്തുണയും പങ്കാളിത്തവും ഏറെ ശക്തി പകരുന്ന ഒന്നാണ്. വിശ്വാസത്തിന്റെയും കൂട്ടായ്മയുടെയും ഈ ബന്ധങ്ങൾ മഹായിടവകയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് പുറത്തേക്കും എത്തിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. മലബാർ മഹായിടവകയുടെ ചരിത്രം വെറും വിശ്വാസത്തിന്റെ മാത്രം കഥയല്ല, കാലത്തെ അതിജീവിച്ച് ഇന്നും നിലകൊള്ളുന്ന അമൂല്യമായ പൈതൃകങ്ങളുടെ ചരിത്രം കൂടിയാണ്. ആ ചരിത്രത്തിലെ ഏറ്റവും വിലപ്പെട്ട നാഴികക്കല്ലുകളിലൊന്നാണ് കണ്ണൂർ കന്റോൺമെന്റിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ചർച്ച്. 1811 സ്ഥാപിതമായ ഈ ദേവാലയം മലബാറിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് ദേവാലയമെന്ന ബഹുമതി സ്വന്തമാക്കുന്നു. കാലത്തിന്റെ അനേകം മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ ദേവാലയം ഇന്ന്
ഇന്ത്യയുടെ പുരാവസ്തു വകുപ്പായ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ്. തലശ്ശേരി കോട്ടയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന 1869 സ്ഥാപിതമായ സെന്റ് ജോൺസ് ആംഗ്ലിക്കൻ ചർച്ച് ഗോത്തിക് ആംഗ്ലിക്കൻ വാസ്തുവിദ്യയുടെ മനോഹരമായ ഉദാഹരണമായി ഇന്നും അഭിമാനത്തോടെ നിലകൊള്ളുന്നു. മലബാർ മഹായിടവകയുടെ ചരിത്രത്തിൽ അതുല്യമായ സ്ഥാനമാണ് ഇല്ലിക്കുന്ന് പള്ളി എന്നറിയപ്പെടുന്ന നെട്ടൂരിലെ CSI ഗുണ്ടട്ട് മെമ്മോറിയൽ ചർച്ചിനുള്ളത്. 1839 നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയം ബാസിൽ മിഷൻ കേരളത്തിൽ സ്ഥാപിച്ച ആദ്യ ദേവാലയമാണ്. മിഷൻ പ്രവർത്തനങ്ങളുടെ ആദ്യകാല ചുവടുവെപ്പുകൾക്ക് സാക്ഷ്യം വഹിച്ച ഈ വിശുദ്ധ സ്ഥലം മലബാറിലെ ക്രൈസ്തവ ചരിത്രത്തിന്റെ ജീവിക്കുന്ന സ്മാരകമാണ്. 1839 മുതൽ 1846 വരെ പ്രശസ്ത മിഷണറിയും ഭാഷാ പണ്ഡിതനുമായ റവറൻ ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് ഈ ദേവാലയത്തിലെ ആദ്യ പുരോഹിതനായിരുന്നു. കേരളീയ വാസ്തുവിദ്യയുടെയും കൊളോണിയൽ ശൈലിയുടെയും മനോഹരമായ സംയോജനമാണ് ഈ ദേവാലയത്തിന്റെ നിർമ്മിതി. സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഗുണ്ടട്ട് ബംഗ്ലാവും അതേ ചരിത്ര പൈതൃകത്തിന്റെ ഭാഗമാണ്. വിശ്വാസവും ചരിത്രവും സംസ്കാരവും ഒരുമിച്ച് ചേരുന്ന ഈ രണ്ട് ദേവാലയങ്ങളും ഇന്ന് കേരള ടൂറിസം വകുപ്പിന്റെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്നു. മലബാറിലെ സാമൂഹിക പരിവർത്തനത്തിലും പൊതു ഇടങ്ങളുടെ രൂപീകരണത്തിലും ബാസൽ മിഷൻ മിഷണറിമാർ വഹിച്ച പങ്ക് ശ്രദ്ധേയമാണ്. 1893 ജൂൺ മാസം 20-ാം തീയതിയാണ് കൊടക്കലിൽ ഒരു മിഷൻ ആശുപത്രി ആരംഭിക്കുന്നത്. ചികിത്സ ഒരു സേവനം മാത്രമല്ല, മനുഷ്യ ജീവിതത്തോടുള്ള കരുതലിന്റെ ഏറ്റവും മനോഹരമായ പ്രകടനമാണ്. ആ കരുതലിന്റെ മഹത്തായ പാരമ്പര്യമാണ് കൊടക്കൽ മിഷൻ ആശുപത്രിക്കുള്ളത്. ഇത് ഒരു പബ്ലിക് സ്പേസ് അല്ലെങ്കിൽ പൊതു ഇടത്തിന്റെ തുടക്കം അല്ലെങ്കിൽ ആരംഭം ആയിട്ട് വേണം കാണാൻ. മലബാറിൽ തന്നെ ഏറ്റവും വലിയ ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റാണ് CSI മിഷൻ കൊടക്കലിനുള്ളത്. ഇന്ന് ഏകദേശം 14 ഡിപ്പാർട്ട്മെന്റുകളും 14ഓളം ഡോക്ടേഴ്സും വിദഗ്ധരായ ഡോക്ടേഴ്സും ഏകദേശം 93 ജീവനക്കാരുമായിട്ട് ആശുപത്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആശുപത്രിയുടെ വികസനത്തിലും ആശുപത്രിയുടെ എല്ലാവിധ ആവശ്യങ്ങളിലും മഹായിടവക നേതൃത്വം ഇടപെടുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒന്നാണ്. പുതിയ സാങ്കേതിക വിദ്യയിലുള്ള മിഷനുകൾ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിലും ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിലും മേടിക്കാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷത്തോടുകൂടെ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. സാധാരണക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക എന്ന മഹത്തായ ദർശനത്തോടെയാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത്. CSI മലബാർ മഹായിടവക അധ്യക്ഷൻ അഭിവന്യ റോയ്സ് മനോജ് വിക്ടർ തിരുമേനിയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ബോർഡാണ് ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. പതിറ്റാണ്ടുകളായി ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതങ്ങളിൽ പ്രതീക്ഷയുടെ വെളിച്ചമായ ഈ ആശുപത്രി ഇന്നും ഈ പ്രദേശത്ത് അഭിമാനത്തോടെ നിലകൊള്ളുന്നു. നമ്മുടെ സഭയുടെ ആത്മീകവും ബൗദ്ധികവുമായ വളർച്ചയ്ക്ക് ഒരുപോലെ ശ്രദ്ധ ചെലുത്തിയിട്ടാണ് നമ്മുടെ മഹായിടവക മുൻപോട്ട് പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നമ്മുടെ മഹായിടവക തയ്യാറായിട്ടില്ല. എല്ലാ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും ഏറ്റവും ശ്രദ്ധയോടെയാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമുക്ക് ധാരാളം ഹോമുകളുണ്ടായിരുന്നു. എന്നാൽ ഹോമുകൾ നടത്തുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ധാരാളം റെസ്ട്രിക്ഷൻസ് ഉണ്ടായതോടുകൂടി അതൊക്കെ ഡേ കെയർ സെൻറ്റേഴ്സ് ആയിട്ടൊക്കെ നമ്മൾ മാറ്റി. അപ്രകാരം നമ്മളുടെ ആ ഒരു മിഷൻ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ അതൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ നടത്തിക്കൊണ്ട് ഇരുന്നത് നമുക്കറിയാം പുറത്തുനിന്നുള്ള FCRA ഫണ്ടുകളിലൂടെയായിരുന്നു. അപ്രകാരമുള്ള ചില ഏജൻസികളുടെ ഫണ്ടുകളിലൂടെയാണ് നമ്മളുടെ ഹോമുകളായാലും ഡേ കെയർ സെൻറ്റേഴ്സ് ആണെങ്കിലും നമ്മളുടെ മിഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ആദ്യകാല നോർത്ത് കേരളയിലാണെങ്കിലും മലബാർ മഹായുടെ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ നടത്തി. എന്നാൽ നമ്മളുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻസ് മൂലം നമ്മുടെ FCRA നമുക്ക് സിനഡിനാണെങ്കിലും മറ്റ് മഹായിടവകൾക്കായിട്ടും നഷ്ടപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് അപ്രകാരമുള്ള പുറത്തുനിന്നുള്ള ഏജൻസികളുടെ ഫണ്ടുകൾ ലഭിക്കാതെയായി. എന്നാൽ
അതുകൊണ്ട് നമ്മൾ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് യാതൊരു തളർച്ചയോ ക്ഷീണമോ വരാതെ തദ്ദേശീയമായിട്ട് ലോക്കലായിട്ട് നമ്മൾ ഫണ്ട് കണ്ടെത്തുകയും നമ്മളുടെ അപ്രകാരമുള്ള എല്ലാ മിഷൻ ഫീൽഡുകളും കൂടുതൽ ഊർജ്ജസ്വലതയോടെ നടത്തുവാനായിട്ട് നമ്മൾ തയ്യാറാകുകയും ചെയ്തു. നോർത്ത് കേരള മഹായിടവകയിൽ നിന്ന് മലബാർ മഹായിടവകയിലേക്ക് മാറിയപ്പോൾ കുട്ടികളുടെ ഇടയിലെ പ്രവർത്തനങ്ങൾ തുടർന്നു പോകുവാൻ മലബാർ മഹായിടവയ്ക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. സാമ്പത്തികമായി സഹായിക്കുന്ന സംഘടനകൾ പല പല കാരണങ്ങളാൽ പിൻവാങ്ങിയപ്പോൾ ആർജവത്തോടുകൂടി അതിനെ ഏറ്റെടുത്ത് തങ്ങളുടെ ഒരു പ്രോഗ്രാമായി നടത്തുവാൻ മഹായിടവക അധ്യക്ഷനും മറ്റ് ഓഫീസേഴ്സും എല്ലാം തയ്യാറാവുകയും ഒരു സ്ഥാപനം പോലും പൂട്ടിപ്പോകാതെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനും സാധിച്ചു. ചോമ്പാല സെന്റർ, നെടുങ്കരണ സെന്റർ, തൃശ്ശിലേരി സെന്റർ, മേപ്പാടി ബാലിക സദനം, കൊയിലേരി ലൈഫ് സ്കിൽ സെന്റർ തുടങ്ങിയ നമ്മുടെ സ്ഥാപനങ്ങൾ കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നവീകരിക്കപ്പെടുകയും കുട്ടികളുടെ സമഗ്ര വളർച്ചയ്ക്ക് അനുയോജ്യമായ കേന്ദ്രങ്ങളായി മാറുകയും ചെയ്തു. ഈ സ്ഥാപനങ്ങളിൽ ഇന്ന് 200-ലധികം കുട്ടികൾ വിദ്യാഭ്യാസവും വിവിധ പരിശീലനങ്ങളും നേടിവരുന്നു. പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ട്യൂഷൻ, പോഷകസമൃദ്ധമായ ഭക്ഷണം, പഠനോപകരണങ്ങൾ തുടങ്ങി വിവിധ സഹായങ്ങൾ ലഭ്യമാക്കാൻ സോഷ്യൽ ബോർഡിന് സാധിച്ചിട്ടുണ്ട്. യോഗ, കരാട്ടെ, ഓർഗൺ, നൃത്തം, പലതരം ക്രാഫ്റ്റ് പരിശീലനങ്ങൾ, വ്യക്തിത്വ വികസന ക്ലാസുകൾ, വിനോദയാത്രകൾ, ക്യാമ്പുകൾ തുടങ്ങി കുട്ടികളുടെ സർവ്വതോന്മുഖ വളർച്ചയ്ക്ക് സഹായകമായ നിരവധി പദ്ധതികൾ തുടർച്ചയായി നടപ്പിലാക്കപ്പെടുന്നു. എൻ്റെ പേര് സനിത എന്നാണ്. ഞാനിവിടെ ലൈഫ് സ്കില്ലിൽ വന്നിട്ടിപ്പോൾ 2 വർഷത്തോളമായി. പിന്നെ എൻ്റെ കുട്ടി ഒരു LKG സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നമ്മൾ ഇവിടെ വരുന്നത്. ഈ ലൈഫ് സ്കിൽ എന്നൊരു പദ്ധതി ഉള്ളത് കൊണ്ട് നമുക്കിവിടെ CSIയിൽ വന്നിട്ട് എൻ്റെ കുട്ടീനെ ഇവിടെ ചേർത്താനും ഒരവസരം കിട്ടുകയും ചെയ്തു. അതെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് ഈ പിയാനോ, ഡാൻസ് അല്ലെങ്കിൽ കരാറ്റെ, യോഗ ഇത് ഒരു കുട്ടിക്ക് പഠിക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു എമൗണ്ട് ചിലവാകും. പക്ഷേ എങ്കിൽ എൻ്റെ മോൾക്ക് ഇവിടെ ഈ അവസരം കിട്ടിയിരിക്കുന്നത് വെറുതെ ഫ്രീ ആയിട്ടാണ് ഇവർ ഈ ക്ലാസ്സെല്ലാം ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും ഓണമായാലും ജാതി മത ഭേദമില്ലാതെ എല്ലാവരും ഒരു കുടക്കീഴിൽ നിന്നിട്ടാണ് ഇതെല്ലാം ആഘോഷിക്കുന്നത്. എല്ലാവരും ഇവിടെ ഓണപ്പൂക്കൾ ഇടാനാണെങ്കിലും ഭക്ഷണം തയ്യാറാക്കാനാണെങ്കിലും എല്ലാവരും ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ വകഭേദമില്ലാതെ എല്ലാവരും നല്ല സന്തോഷത്തോടെയാണ് ഇവിടെ ഈ ഓരോ ആഘോഷങ്ങളും നമ്മൾ കൊണ്ടാടാറുള്ളത്. പലരുടെയും ജീവിതത്തിൽ ഈ സ്ഥാപനങ്ങൾ ഒരു പഠന കേന്ദ്രം മാത്രമായിരുന്നില്ല, മറിച്ച് സുരക്ഷിതത്വവും സ്നേഹവും പ്രത്യാശയും കണ്ടെത്തിയ രണ്ടാമത്തെ ഭവനമായി മാറുകയായിരുന്നു. സുൽത്താൻ ബത്തേരി റിസോഴ്സ് സെന്ററിൽ വെച്ച് വനിതകൾക്കായി നടത്തുന്ന വിവിധ സ്കിൽ ക്ലാസ്സുകൾ, ബ്യൂട്ടീഷ്യൻ കോഴ്സുകൾ, ടൈലറിംഗ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ സ്വയം വരുമാനം കണ്ടെത്തുവാൻ വേണ്ടി അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുവാൻ വേണ്ടിയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഈ കാലയളവിൽ നടത്തി വരുന്നുണ്ട്. വയനാട് ജില്ലയെ സംബന്ധിച്ച് പിന്നോക്ക വിഭാഗത്തിലുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കായി സൗജന്യ ആംബുലൻസ് സർവീസ് മഹായിടവകയുടെ നേതൃത്വത്തിലും സോഷ്യൽ ബോർഡിൻ്റെ നേതൃത്വത്തിലും സുൽത്താൻ ബത്തേരിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. വിമൻ എംപവർമെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി 10ഓളം കുടുംബങ്ങൾക്ക് പശുക്കളെ നൽകുവാനും അവരുടെ കുടുംബത്തിൻ്റെ ചിലവുകൾ കണ്ടെത്തുവാനുമായി അവർക്ക് സാധിച്ചിട്ടുണ്ട്. മഹായിടവകയുടെ എല്ലാ സഭകളിലും ശുദ്ധജലം നൽകണം എന്ന താല്പര്യത്തിൻ്റെ ഭാഗമായി 42ഓളം സഭകളിൽ സ്കോട്ടിഷ് എപ്പിസ്കോപ്പൽ ചർച്ചിൻ്റെ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ശുദ്ധജലം നൽകുന്നതിന് വാട്ടർ പ്യൂരിഫയർ നൽകുവാൻ മഹായിടവക സോഷ്യൽ ബോർഡിന് ഈ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. 7ഓളം സ്ഥലങ്ങളിൽ കിണർ അല്ലെങ്കിൽ കുഴൽ കിണർ നിർമ്മിച്ച് നൽകുവാൻ മഹായിടവക സോഷ്യൽ ബോർഡിന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പ്രതിസന്ധികളും അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോഴും ശക്തമായ
സഭാജനങ്ങളുടെയും മഹായിടവക അധ്യക്ഷൻ്റെയും മറ്റ് ഭരണസമിതിയുടെയും പിന്തുണയോടുകൂടി നല്ല രീതിയിൽ മുൻപോട്ട് പോകുവാൻ മഹായിടവക സോഷ്യൽ ബോർഡിന് സാധിച്ചിട്ടുണ്ട്. അത് എന്നും തങ്കലിപികളാൽ എഴുതപ്പെടുന്ന ഒന്നാണ്. 2018-ലെയും 2019-ലെയും പ്രളയകാലത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിലും ദുരന്തബാധിത പ്രദേശങ്ങളിലുമായി സഹായഹസ്തം നീട്ടാൻ മഹായിടവകയും സോഷ്യൽ ബോർഡും കൈകോർത്ത് പ്രവർത്തിച്ചു. മരുന്നുകൾ, വസ്ത്രങ്ങൾ, അവശ്യ സാധനങ്ങൾ എല്ലാം മഹായിടവകയിലെ വിശ്വാസ സമൂഹത്തിന്റെ കൂട്ടായ്മയിൽ ദുരിതമനുഭവിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് പ്രത്യാശയുടെ ചെറിയ വെളിച്ചങ്ങളായി എത്തിച്ചേർന്നു. 1947 രൂപം കൊണ്ട ഉത്തര കേരള മഹായിടവകയ്ക്ക് ആക്റ്റീവായിട്ടുള്ള ഒരു മിഷൻ ഫീൽഡ് ഉണ്ടായിരുന്നില്ല. എന്നാൽ മലബാർ മഹായിടവക രൂപം കൊണ്ടതിന് ശേഷം 10 വർഷത്തിനുള്ളിൽ ഉത്തരേന്ത്യയിലടക്കം 4 മിഷൻ ഫീൽഡുകൾ ഇന്ന് മലബാർ മഹായിടവയ്ക്കുണ്ട്. ഒഡീഷയിലെ റായഗഡയിലും അമ്പായത്തോട്, താമരശ്ശേരി, കോടാലിപ്പൊയ്ക എന്നീ സ്ഥലങ്ങളിൽ മിഷൻ ഫീൽഡ് സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ആത്മീയ ശുശ്രൂഷകൾക്കൊപ്പം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ സഹായിക്കുന്ന തുന്നൽ പരിശീലന കേന്ദ്രങ്ങൾ, നൈപുണ്യ വികസന പരിപാടികൾ, കുട്ടികൾക്കും സ്ത്രീകൾക്കുമായുള്ള ക്ഷേമ പദ്ധതികൾ, വിവിധ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ഈ ദൗത്യം വ്യാപിച്ചിരിക്കുന്നു. പരിമിതമായ സാഹചര്യങ്ങൾക്കിടയിലും അചഞ്ചലമായ വിശ്വാസത്തോടെയും സമർപ്പണത്തോടെയും ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നു. ഈ മിഷൻ ഫീൽഡുകളിൽ ഇന്ന് അച്ഛന്മാരടക്കം 4 മിഷനറിമാർ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. നമ്മുടെ മഹായിടവയുടെ ദർശനത്തിൻ്റെയും സഭയുടെ വിശ്വാസികളുടെ കൂട്ടായ്മയുടെയും ഫലമായാണ് നമുക്കിന്ന് ഈ വളർച്ച നേടിയിരിക്കുന്നത്. മലബാർ മഹായിടവക കഴിഞ്ഞ വർഷങ്ങളിൽ വിവിധ വരുമാന സ്രോതസ്സുകൾ ശക്തിപ്പെടുത്തുന്നതിനും സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും കൂടുതൽ ശ്രദ്ധ നൽകി വരുന്നു. മഹായിടവകയുടെ കീഴിലുള്ള ഷോപ്പിംഗ് സെന്ററുകൾ, വിവിധ വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവ ഇന്ന് സ്ഥിരതയാർന്ന വരുമാന മാർഗങ്ങളായി മാറിയിരിക്കുന്നു. അതോടൊപ്പം ഗോവയിൽ പ്രവർത്തിക്കുന്ന മഹായിടവകയുടെ റിട്രീറ്റ് സെന്ററും ശ്രദ്ധേയമായ മുന്നേറ്റമാണ് കൈവരിച്ചിരിക്കുന്നത്. വിവിധ ടൂർ പാക്കേജുകളും അനുബന്ധ സേവനങ്ങളും ക്രമബദ്ധമായി നടത്തുന്നതിലൂടെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒരു സ്ഥലം പോലും വിൽക്കുവാനായിട്ട് തോന്നില്ല. മാത്രമല്ല പല സ്ഥലങ്ങളും നമുക്ക് വാങ്ങിയെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം പന്തലായനി സ്കൂൾ, ഒരു സ്കൂൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വാങ്ങിയെടുക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നമുക്കറിയാം പുതിയങ്ങാടിയിലാണെങ്കിൽ ഒരു പാസനേജിനുള്ള സ്ഥലം നമുക്ക് വാങ്ങിയെടുക്കുവാനായിട്ട് സാധിച്ചു. ഈസ്റ്റ് ഹില്ലിൽ നമുക്കൊരു പ്രോപ്പർട്ടി നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നമുക്ക് തവിഞ്ഞാലിൽ ഒരു 75ഓളം സെൻറ്റ് സ്ഥലം നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല നമ്മളുടെ പാഴായി കിടക്കുന്ന സ്ഥലം ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് പുതിയ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് തുടങ്ങുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് മഞ്ചേരിയിൽ ഒരു CSI ആർക്കേഡ് നമുക്ക് തുടങ്ങുവാനായിട്ട് സാധിച്ചു. സിനഡിൽ നിന്നുള്ള അംഗീകാരത്തോടു കൂടി വളരെ ക്രമീകൃതമായിട്ടാണ് ആ കാര്യങ്ങൾ നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചത്. സ്കോളർഷിപ്പ് നമുക്ക് നൽകുവാനായിട്ട് സാധിച്ചത് ഏകദേശം 23 കുട്ടികൾക്ക് വേണ്ടിയിട്ട് 10 ലക്ഷത്തോളം രൂപയാണ് സ്കോളർഷിപ്പായിട്ട് നമ്മൾ നൽകിയത്. ഒരു കുട്ടിക്ക് ഏകദേശം 50,000 രൂപയോളം ഒരു സ്കോളർഷിപ്പ് നൽകുക ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് ഉപകാരപ്രദമാകണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വലിയൊരു 50,000-ഓളം വരുന്ന തുക ഓരോ കുഞ്ഞിനും നൽകിയിട്ട് ആ സ്കോളർഷിപ്പ് നമ്മൾ വിതരണം ചെയ്യുവാനായിട്ട് സാധിച്ചത്. മലബാർ മഹായിടവക രൂപീകൃതമായപ്പോൾ അന്നു മുതൽ ഇന്നുവരെയും സൃജനസഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. തുടക്കത്തിൽ ഞാൻ ഈ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത സമയത്ത് കുറേ അപരിചിതത്വങ്ങൾ ഉണ്ടായെങ്കിലും ആ സമയത്ത് എൻ്റെ കൂടെ പ്രവർത്തിച്ച ഭാരവാഹികളുമായി ചേർന്ന് നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചു. മലബാർ മഹായിടവകയുടെ ആത്മീയ വളർച്ചയുടെ പിന്നിൽ സാമൂഹിക പ്രവർത്തനങ്ങളുടെ കരുത്തായി നിശബ്ദമായി പ്രവർത്തിച്ചു വരുന്ന മഹത്തായ ശക്തിയാണ് സ്ത്രീ ജനസഖ്യങ്ങൾ. ആരാധനയിലും ആത്മീയ പ്രവർത്തനങ്ങളിലും മാത്രമല്ല, വിദ്യാഭ്യാസം, ജീവകാരുണ്യം, രോഗീ പരിചരണം, സാമൂഹ്യ ഇടപെടലുകൾ തുടങ്ങി
ജീവിതത്തിന്റെ പല മേഖലകളിലും സ്ത്രീജന സഖ്യങ്ങൾ സഭയുടെ പ്രകാശമായി നിലകൊള്ളുന്നു. മലബാർ മഹായിടവകയെ സംബന്ധിച്ചിട്ട് സാമൂഹികമായിട്ടുള്ള വലിയൊരു മാറ്റത്തിന് കാരണമായ ഒരു സംഗതിയായിരുന്നു 2 സ്ത്രീ പട്ടത്ത ശുശ്രൂഷ ഇവിടെ നടപ്പിലായത്. കഴിഞ്ഞ വർഷം മലബാർ മഹായിടവക 10 വർഷം പൂർത്തീകരിച്ച സമയത്ത് ഇപ്രകാരം 2 വനിതകളെ നമ്മൾക്ക് പട്ടക്കാരായിട്ട് സഭയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അത് സ്ത്രീജനസഖ്യ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് ഏറെ അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ്. മലബാർ മഹായിടവകയുടെ ചരിത്രത്തിൽ പുതിയൊരധ്യായം കുറിക്കപ്പെട്ട ഒരു നിമിഷമായിരുന്നു 2 സ്ത്രീകൾ വൈദിക പട്ടം സ്വീകരിച്ചത്. അത് വെറുമൊരു ചടങ്ങല്ല, മറിച്ച് നൂറ്റാണ്ടുകളായി വിശ്വാസ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ സ്ത്രീകൾ നൽകിയ സമർപ്പണത്തിനും സേവനത്തിനും പുതിയൊരു അംഗീകാരം ലഭിച്ച നിമിഷമായിരുന്നു. സ്ത്രീകൾ ശുശ്രൂഷയിൽ, പ്രത്യേകിച്ച് പട്ടത്ത് ശുശ്രൂഷയിൽ സ്ത്രീകൾ എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ സാധിക്കും, എങ്ങനെയായിരിക്കും ഭാവി എന്ന് പല ചോദ്യങ്ങളുണ്ടായിരുന്നു ഞാൻ സെമിനാരിയിലേക്ക് കാലടി എടുത്തു വയ്ക്കുമ്പോൾ. എന്നാൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായിരുന്നു കഴിഞ്ഞ 2025 വർഷം സെപ്റ്റംബർ 18 തീയതി സ്ത്രീകൾക്കും പട്ടത്ത് ശുശ്രൂഷയിൽ ഒരു ഭാഗമാകാം എന്ന വിമൻ ഓർഡിനേഷൻ ലഭിച്ച ദിവസമായിരുന്നു. ചരിത്രപരമായ ഒരു സംഭവമായിരുന്നു CSI മലബാർ ഡയസിസിന് അന്ന്. സ്ത്രീകൾക്കും പട്ടത്ത് ശുശ്രൂഷയിൽ ഒരു ഭാഗമാകണം എന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത തിരുമേനിക്കും മറ്റെല്ലാ ഓഫീസ് ബെയറേഴ്സിനെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. വിളിച്ച ദൈവം വിശ്വസ്തൻ എന്ന് വിശ്വാസത്തോട് പറയാൻ എനിക്ക് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. CSI മലബാർ ഡയസിസിൽ ശുശ്രൂഷ തുടങ്ങാനും മുന്നോട്ടുള്ള ശുശ്രൂഷ വിശ്വാസത്തോട് ചെയ്യാനും ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലബാർ ഡയസിസിൻ്റെ 10 വർഷം പൂർത്തീകരിക്കുമ്പോൾ സ്ത്രീ പട്ടക്കാർ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു തീരുമാനം വളരെ ശ്രദ്ധേയമാണ്. നിംഷി അച്ഛനും എനിക്കും ആദ്യ പട്ടക്കാരായി ഈ സഭയിൽ, ഈ ഡയസിസിൽ ചേർന്ന് നിൽക്കുവാൻ തക്കോണം തന്ന ഭാഗ്യത്തിനായിട്ട് ദൈവത്തിന് നന്ദി കരയറ്റി. ഈ നാളുകളിൽ സ്ത്രീ നേതൃത്വം സഭയിലും സമൂഹത്തിലും ഉണ്ടാവുന്നതിൻ്റെ ഒരു ആവശ്യകതയും അതൊരു വെല്ലുവിളിയാണെന്നും മനസ്സിലാക്കി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മലബാർ മഹായിടവകയുടെ ഈ ഒരു തീരുമാനം വളരെ ശ്രദ്ധേയമാണ്, ഒരു നാഴികക്കല്ല് തന്നെയാണ്. മഹായിടവകയുടെ ചരിത്രത്തിൽ ഈ നിമിഷങ്ങൾ കാലത്തെ അതിജീവിച്ച് നിലനിൽക്കും. സമൂഹത്തിന്റെ ചിന്താഗതിയിലും ആത്മീയ യാത്രയിലും മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന അടയാളങ്ങളാണ് ഈ നിമിഷങ്ങൾ. കഴിഞ്ഞ 10 വർഷത്തെ മലബാർ മഹായിടവക യുവജന സഖ്യത്തിന്റെ യാത്ര എന്ന് പറയുന്നത് വലിയ കഷ്ടപ്പാടുകളിൽ കൂടിയും പ്രതിസന്ധിയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരു യാത്ര തന്നെയായിരുന്നു. അവിടുന്ന് ശൈശവ കാലഘട്ടത്തിലെ യുവജന സഖ്യത്തിന്റെ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകിയ ജനറൽ സെക്രട്ടറിമാര്, യൂത്ത് വർക്കർമാരെയൊക്കെ നന്ദിയോടുകൂടെ ഈ സമയത്ത് ഓർക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. തിരുമേനിയുടെ ആശയപ്രകാരം പല പ്രോഗ്രാമുകളും കനിവിൻ്റെ വർഷം നടത്തുവാനായിട്ട് മലബാർ മഹായിടവ യുവജന സഖ്യത്തിൽ സാധിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് സോയ വൈബ് എന്ന് പറയുന്ന പ്രവർത്തനം. അവരുടെ സൗഹൃദങ്ങൾ വിശാലമാക്കുവാൻ, അവരുടെ അഭിരുചികളെ തിരിച്ചറിയുവാൻ, അത് മനസ്സിലാക്കുവാൻ ഒരു ദിവസം മലബാർ ക്രിസ്ത്യൻ കോളേജിൽ യുവജനങ്ങൾ കൂടി വന്നപ്പോൾ അത് വ്യത്യസ്തമായ ഒരു അനുഭവങ്ങളായിരുന്നുവെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. നമ്മൾ നേതൃത്വം കൊടുത്ത് ചെയ്ത മറ്റൊരു പ്രോഗ്രാമാണ് 35+ റീയൂണിയൻ എന്ന് പറയുന്നത്. യുവജന സഖ്യത്തിൻ്റെ പ്രായപരിധി കഴിഞ്ഞ് എങ്കിലും ആവേശത്തോടുകൂടെ യുവജന സഖ്യത്തിൽ നേതൃത്വം നൽകുവാനായിട്ട് താല്പര്യം കാണിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുന്ന ഒരു പ്രോഗ്രാമായിരുന്നു 35+ റീയൂണിയൻ എന്ന് പറയുന്നത്. മലബാർ മഹായിടവ രൂപം കൊണ്ട സമയം മുതൽ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന യുവജനങ്ങളായിരുന്ന ഓരോ സുഹൃത്തുക്കളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു 1 ഡേ പ്രോഗ്രാം
35+ റീയൂണിയൻ എന്ന രീതിയിൽ നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചു. ആ പഴയ സൗഹൃദങ്ങളെ പുതുക്കുവാനായിട്ട് കൂടിവരവുകൾ സാധ്യമാകുവാനായിട്ടും അവരുടെ ജീവിത പശ്ചാത്തലങ്ങളെ പരസ്പരം പങ്കുവെക്കുവാനായിട്ടൊക്കെ ആ പ്രോഗ്രാമിൽ കൂടെ സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായിട്ട് പറയുവാനായിട്ട് ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. 11ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മലബാർ മഹാ ഇടവക യുവജന സഖ്യത്തിനും കലാത്സവമായ മാറ്റങ്ങൾക്ക് വേദിയായിത്തീരുന്നു എന്നുള്ളതാണ്. ഈ ദിനങ്ങളിൽ കുഞ്ഞുങ്ങളുടെ താലന്തുകൾ അവിടെ വികസിപ്പിക്കുവാനായിട്ട് അത് പ്രകടമാക്കുവാനായിട്ട് യുവഗാഹണം എന്ന പേരിൽ ഒരു ഡിജിറ്റൽ മാഗസിൻ നമ്മൾ ക്രമീകരിക്കുകയും 3 മാസങ്ങൾ കൂടുമ്പോൾ ആ ഡിജിറ്റൽ മാസികകൾ രചനകളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ താലന്തുകൾ പ്രകടമാക്കുകയും അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടെ ഓരോരുത്തരുടെ മുന്നിൽ എത്തിക്കുവാനായിട്ട് ഈ ദിനങ്ങളിൽ നമുക്ക് സാധിക്കുന്നു എന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സഭയുടെ ആരാധനാ പാരമ്പര്യത്തിൽ സംഗീതത്തിന് അതുല്യമായ സ്ഥാനമാണുള്ളത്. ഈ പൈതൃകത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വിവിധ ഇടവകകളിലെ ഗായക സംഘങ്ങളെ പരിശീലിപ്പിക്കുന്നതിനുമായി കനിവിന്റെ വർഷത്തിൽ ഒരു പ്രത്യേക ഗായക സംഘ ശില്പശാല സംഘടിപ്പിക്കപ്പെട്ടു. ആരാധനയുടെ വ്യത്യസ്ത അവസരങ്ങൾക്ക് അനുയോജ്യമായ ഗാനങ്ങളുടെ ഉപയോഗം, അടിസ്ഥാന തത്വങ്ങൾ, ഹാർമണി, വോക്കൽ ടെക്നിക്കുകൾ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ സമഗ്രമായ പരിശീലനം നൽകി. ഇതോടൊപ്പം ഇന്ത്യയിലെ പ്രമുഖ ഗായക സംഘങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് ജൂബിലേറ്റ് ഡിയോ എന്ന പേരിൽ ദേശീയതല കോറൽ സിംഗിംഗ് മത്സരം കോഴിക്കോട് കത്തീഡ്രലിൽ സംഘടിപ്പിക്കപ്പെട്ടു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗായക സംഘങ്ങൾ പങ്കെടുത്ത ഈ മഹത്തായ സംഗമം പാശ്ചാത്യ സഭാസംഗീതത്തിന്റെ സൗന്ദര്യവും പ്രാധാന്യവും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനുള്ള വേദിയായി മാറി. മലബാർ മഹാ ഇടവക പട്ടക്കാരെയും സഭാശുശ്രൂഷകരെയും പുതുതായി ശുശ്രൂഷയിലേക്ക് കടന്നുവരുന്നവരെയും പരിശീലിപ്പിക്കുന്നതിനായി വിവിധ പദ്ധതികൾക്ക് രൂപം നൽകുകയുണ്ടായി. അവയിൽ ഏറ്റവും ശ്രദ്ധേയമായ സംരംഭങ്ങളിലൊന്നാണ് കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി വിജയകരമായി പ്രവർത്തിച്ചുവരുന്ന സ്കൂൾ ഓഫ് തിയോളജി. സെമിനാരികളിൽ ദൈവശാസ്ത്ര പഠനം നടത്താൻ അവസരം ലഭിക്കാതിരുന്ന സുവിശേഷകർക്കും സഭാശുശ്രൂഷകർക്കും ക്രമീകൃതവും നിലവാരമുള്ളതുമായ ദൈവശാസ്ത്ര പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സർട്ടിഫിക്കറ്റ് കോഴ്സിൽ തുടങ്ങി ഡിപ്ലോമ കോഴ്സിലേക്കും തുടർന്ന് BTH തലത്തിലുള്ള പഠന രീതിയായിട്ടാണ് ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. വിജയകരമായി പഠനം പൂർത്തിയാക്കിയവർക്കായി പ്രത്യേക കോൺവക്കേഷൻ ചടങ്ങുകൾ സംഘടിപ്പിക്കുകയും അവരുടെ പരിശ്രമങ്ങളെയും സമർപ്പണത്തെയും മഹാ ഇടവക ആദരിക്കുകയും ചെയ്തു. കൂടാതെ 15 വർഷം സേവനം പൂർത്തിയാക്കിയ ഇവാഞ്ചലിസ്റ്റുകൾക്ക് സ്ഥാനവസ്ത്രം നൽകി അവരുടെ ശുശ്രൂഷയെ പൊതുവേദിയിൽ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ച കെട്ടിടങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അവയെ മുന്നോട്ട് നയിക്കുന്ന അധ്യാപകരുടെയും ജീവനക്കാരുടെയും വളർച്ചയിലും ഐക്യത്തിലും കൂടിയാണ് അതിന്റെ യഥാർത്ഥ ശക്തി പ്രകടമാകുന്നത്. ഈ ദർശനത്തോടെയാണ് മഹാ ഇടവകയ്ക്ക് കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും അധ്യാപകരെയും അനധ്യാപക ജീവനക്കാരെയും ഒരുമിപ്പിച്ച് എല്ലാ വർഷവും പ്രത്യേക സമ്മേളനങ്ങളും പരിശീലന പരിപാടികളും സംഘടിപ്പിച്ചു വരുന്നത്. ഉത്തര കേരള മഹാ ഇടവകയുടെ ഭാഗമായിരുന്നപ്പോൾ ആരംഭിച്ച പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് പ്രോഗ്രാം അതേ രീതിയിൽ തന്നെ മലബാർ മഹാ ഇടവക ആയതിനു ശേഷവും നടത്തിക്കൊണ്ടുവരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 3 ദിവസത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാമായിട്ടാണ് വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന യുവതി യുവാക്കൾക്ക് ഈ ഒരു കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ എമർജൻസി ആയിട്ട് ഇപ്പോൾ വരാൻ സാധിക്കാതെ ലീവിൻ്റെ പ്രയാസമുള്ള ആളുകൾക്കൊക്കെ ഒരു ദിവസത്തെ ഓഫ്ലൈനായിട്ടും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗിൽ പങ്കെടുക്കത്തക്ക വിധത്തിൽ ഓൺലൈൻ കോഴ്സുകളും പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തി വരുന്നുണ്ട്. ബാലൻ നടക്കേണ്ടുന്ന വഴിയെ അവനെ അഭ്യസിപ്പിക്കുക. കഴിഞ്ഞ 10 വർഷക്കാലം സൺഡേ സ്കൂളിനെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ 10 വർഷക്കാലം മഹാ ഇടവക സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റ് അനുഗ്രഹീതമായ രീതിയിൽ മുമ്പോട്ട് പോകുന്നു. അതിനെല്ലാ പിന്തുണയും മഹാ ഇടവക ഓഫീസ് ബാരേഴ്സിൽ നിന്ന് ലഭിക്കുന്നു. ഏകദേശം 2200ഓളം കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്നു. നഴ്സറി മുതൽ 7 ഗ്രേഡ് വരെയാണ് തരംതിരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് 7 തരംതിരിച്ച് പഠിക്കുന്നത്
മലബാർ മഹായിടയ്ക്ക് സ്വന്തമായിട്ട് ഒരു പാഠ്യപദ്ധതി ഇറക്കാനായിട്ട് കഴിഞ്ഞു. അതാണ് മഹായിടയുടെ ഏറ്റവും വലിയൊരു നേട്ടം. ഒരു കരിക്കുലം തന്നെ സ്വന്തമായി മഹായിടയ്ക്കുണ്ട്. സൺഡേ സ്കൂളിന് വേണ്ടി ഒരു പുതിയ കരിക്കുലം പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നത് വലിയൊരു നേട്ടമായിട്ട് മഹായിടവയ്ക്ക് തോന്നുന്നു. മറ്റ് CSI മഹായിടവകൾക്ക് ഒന്നും തന്നെ സ്വന്തമായിട്ട് ഇത്തരത്തിലുള്ള ഒരു കരിക്കുലം ഇല്ലാത്ത ഒരവസ്ഥയിൽ മലബാർ മഹായിടവക രൂപീകൃതമായി ഏതാനും വർഷങ്ങൾക്കകം സ്വന്തമായിട്ട് ഒരു കരിക്കുലം രൂപീകരിച്ച് പുറത്തിറക്കി അത് സ്കൂളുകളിൽ, സൺഡേ സ്കൂളുകളിൽ ഉപയോഗിക്കാനായിട്ടും കഴിഞ്ഞു. ഇതും ഒരു വലിയ നേട്ടമായിട്ട് ഞാൻ കരുതുന്നു. ഇന്ന് ഈ പുസ്തകം മറ്റ് മഹായിടവകളും ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതിന് നമ്മെ സഹായിച്ച, ഈ കരിക്കുലം എഴുതുന്നതിന് സഹായിച്ച ഇപ്പോൾ ഉള്ള കൊച്ചിൻ മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ കുര്യൻ പീറ്റർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള നന്ദിയും മഹായിടവക അറിയിക്കുന്നു. കനിവിൻ്റെ വർഷത്തിന് ആ പേരിന് യോജിക്കുന്ന രീതിയിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് സാധിച്ചു. സഭയെ ഒരുമിച്ച് ഉണർത്തുവാൻ വേണ്ടിയുള്ള അച്ഛന്മാരുടെയും ശുശ്രൂഷകരുടെയും മീറ്റിംഗ്, ബൈബിൾ കൺവെൻഷൻ, സഭയിലെ വ്യത്യസ്തങ്ങളായ സഭകളിലുള്ളവർ ഒരുമിച്ച് വന്ന് കോഴിക്കോട് കത്തീഡ്രലിൻ്റെ അങ്കണത്തിൽ വെച്ച് നടന്ന ഈ കമ്പാഷൻ്റെ കനിവിൻ്റെ വർഷത്തെ കൺവെൻഷൻ ഏറ്റവും മനോഹരമായ രീതിയിൽ ക്രമീകരിക്കപ്പെടുകയുണ്ടായി. ഒരു എഡിറ്ററിൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഈ മലബാർ മഹായിടവകയുടെ വികസനത്തെ പറ്റിയിട്ട് അത് കാണുവാനും ആ വികസനങ്ങളുടെ വളർച്ചയെ അടുത്തറിയുവാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മലബാർ മഹായിടവകയുടെ സഭാമിത്രം വളരെയധികം ആളുകൾ വായിക്കുന്ന ജനപ്രീതിയുള്ള ഒരു പ്രസിദ്ധീകരണമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ കെട്ടിലും മട്ടിലുമൊക്കെ വളരെയധികം പുതുമകളും ഒക്കെ കഴിഞ്ഞ നാളുകളിൽ കൊണ്ടുവരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സഭയുടെ ശബ്ദം സമൂഹത്തിലേക്ക് എത്തിക്കുകയും സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ സഭയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു സജീവ പാലമാണ് മലബാർ മഹായിടവക കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. മഹായിടവകയുടെ വിവിധ മേഖലകളിൽ നടക്കുന്ന ആത്മീയ, സാമൂഹിക, വിദ്യാഭ്യാസ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നിർണായക പങ്ക് വഹിക്കുന്നു. കാലാനുസൃതമായ മാധ്യമ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി സഭയുടെ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഈ വിഭാഗം പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നിരവധി പബ്ലിക്കേഷൻസ് മഹായിടവയ്ക്ക് നടത്താനായിട്ട് സാധിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മഹായിടവയിലെ അംഗമായിരുന്ന ഡോക്ടർ ഫ്രെഡറിക് മൂളിയിൽ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ പുതിയ നിയമം പുറത്തിറക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ശ്രീ ജയപ്രകാശ് രാഘവയ്യ എഴുതിയ ഫെയ്ത്ത് ആൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ, ബാസിൽ മിഷൻ പാട്ടുകളുടെ നവീകരിച്ച ഒരു നൊട്ടേഷൻ ബുക്കും ഈ നാളുകളിൽ പുറത്തിറക്കാനായിട്ട് സാധിച്ചു. ശ്രീ പ്രഫുൽ ആമോസ് എന്ന മാന്യ വ്യക്തിയാണ് ഈ പബ്ലിക്കേഷന് പുറകിൽ പ്രവർത്തിച്ചത്. ഡോക്ടർ KK കുറുപ്പ് പുറത്തിറക്കിയ സുവിശേഷം ഉത്തര കേരളത്തിൽ എന്ന റവറൻ സാമുൽ അമ്പാട്ട് എന്ന സഞ്ചാര സുവിശേഷകരുടെ ഓർമ്മക്കുറിപ്പുകൾ ഡോക്ടർ KK കുറുപ്പ് ഒരുമിച്ച് ചേർത്ത് പബ്ലിഷ് ചെയ്തിരുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അടുത്ത നാളുകളിൽ പുറത്തിറക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. മറ്റൊരു പുസ്തകമാണ് ഡോക്ടർ റീഡിലിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. ഡോക്ടർ റീഡിലിൻ്റെ മകൾ ക്രോഡീകരിച്ച് നമുക്ക് നൽകുകയുണ്ടായി. അതും പബ്ലിഷ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം 10 വർഷം കനിവോടുകൂടി മഹായിടവയെ നടത്തി. 10ാമത്തെ വർഷം അതുകൊണ്ട് തന്നെ കനിവിൻ്റെ വർഷമായിട്ട് നാം വേർതിരിക്കുകയുണ്ടായി. ആവശ്യങ്ങളിലിരിക്കുന്ന 10 കുടുംബങ്ങൾക്ക് മഹായിടവയുടെ വിവിധ ഭാഗങ്ങളിൽ അവർക്ക് വീട് വെച്ചു കൊടുക്കാനായിട്ടൊരു തീരുമാനം മഹായിടവ എക്സിക്യൂട്ടീവ് എടുക്കുകയുണ്ടായി. അത് ആ വർഷം തന്നെ പൂർത്തീകരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു. സങ്കേതം എന്ന പേരിലാണ് ഈ പദ്ധതി പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചത്.
സ്വന്തമായി ഒരു വീടില്ലാതെ, നാളെയെക്കുറിച്ചുള്ള അനിശ്ചിതത്വത്തോടെയും ജീവിതത്തിന്റെ കഠിന യാഥാർത്ഥ്യങ്ങളോട് പോരാടിയും കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾക്ക് ഒരു സുരക്ഷിത അഭയമൊരുക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് സങ്കേതം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇത് വെറുമൊരു ഭവന നിർമ്മാണ പദ്ധതി മാത്രമല്ല, കനിവിന്റെ ഒരു പ്രഖ്യാപനമായിരുന്നു. സഭ ഈ 10 വർഷം പൂർത്തിയാക്കുമ്പോൾ സഭയുടെ ഒരു സാമൂഹിക മുഖം സമൂഹത്തിന് ദൃശ്യമാകേണ്ടതായിട്ടുണ്ട്. ആ സാമൂഹിക മുഖം എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്ക് സഭയുടെ സഹായത്തിൻ്റെ കരങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. അത് ചാരിറ്റി ആയിട്ടും സാമൂഹിക സേവനമായിട്ടും സഭ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ 10-ാം വർഷം കനിവിൻ്റെ വർഷമായി നമ്മൾ ആചരിക്കുന്നത്. കനിവെന്ന് പറയുന്നത് സമൂഹത്തിലെ ആലംബഹീനരെയും നിസ്സഹായരെയും നിരാലംബരെയും കരുതുക, ആവശ്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിനോടനുബന്ധിച്ചാണ് ഈ വർഷം 10 വീടുകൾ, ഭവനമില്ലാത്തവർക്ക് 10 ഭവനങ്ങൾ പണിതു കൊടുക്കുക എന്നുള്ള വലിയൊരു സംരംഭം സഭ ഏറ്റെടുക്കുകയും അത്യാവശ്യം ജീവിത സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 10 ഭവനങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുവാനും സഭയ്ക്ക് സാധിച്ചു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാൻ കഴിഞ്ഞ 20 വർഷമായി ഇവിടെ കോഴിക്കോടിൻ്റെ പ്രദേശത്ത് മണിശ്ശേരി എന്ന സ്ഥലത്ത് താമസം തുടങ്ങിയിട്ട് വളരെ കഷ്ടപ്പാടിലൂടെ ജീവിച്ച അവസ്ഥയായിരുന്നു. സ്വന്തമായി വീടോ സ്ഥലമോ ഒന്നുമില്ലായിരുന്നു. വീടിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു. ഒരു സ്ഥലം ഇല്ലാതിരുന്നപ്പോൾ ഞാനും കുഞ്ഞുങ്ങളും ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവം പ്രാർത്ഥന കേട്ടു. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇനി എങ്ങനെ നമുക്കിത് കിട്ടും, ഒന്നുമില്ല കയ്യിൽ നിന്നൊക്കെ ഉള്ളൊരു ചിന്ത വന്നു. എങ്കിലും ദൈവം അവിടെ നിന്ന് എല്ലാ അത്ഭുതം പ്രവർത്തിച്ചു. വീട് പാസ്സായി, അപേക്ഷ കൊടുത്തു കഴിഞ്ഞ് വീട് പാസ്സായി എന്ന് കേട്ടപ്പോൾ ഞാൻ തന്നെ എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാകുകയില്ല. അതുപോലെ തന്നെ ഈ വീട് തന്ന സ്ത്രീജനസഖ്യ എന്ന സംഘടന എന്നെ സഭയിൽ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇതുപോലൊരു വീട് കിട്ടിയപ്പോൾ ഞങ്ങൾക്കറിയില്ല സന്തോഷമാണോ സങ്കടമാണോ, എങ്ങനെ ഇത് തന്നു, ദൈവം ഇത്ര അത്ഭുതം പ്രവർത്തിക്കുമോ എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചു. പലപ്പോഴും ദൈവത്തിൽ നിന്ന് പിന്മാറിയ അവസ്ഥ എനിക്കുണ്ടായിരുന്നു. കാരണം ഇത്രയും കാലം ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ദൈവം ഒന്നും തന്നില്ല. ഞാൻ ആ കൊച്ചമ്മയോട് നേരിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊച്ചമ്മ പറഞ്ഞു, നിനക്ക് ദൈവം തരുന്ന സമയം അത് മാത്രമേ പറ്റൂ, അല്ലാതെ നീ ഉദ്ദേശിക്കുന്ന സമയത്തല്ല നിനക്ക് കിട്ടുക, ധൈര്യത്തോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാവരും സഹകരിച്ച് ഇതിനു വേണ്ടി ഓരോ രൂപയും കൊടുത്ത് സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മലബാർ മഹായിടവകയിലെ സ്ഥാപനങ്ങളും പ്രത്യേകിച്ച് സ്ത്രീജന സഖ്യവും അതുപോലെ അഭ്യുദയകാംക്ഷികളും ഒക്കെ മുൻപോട്ട് വന്ന് 10 ഭവനങ്ങൾ സങ്കേതം എന്ന പേരിൽ നിർമ്മിച്ചു നൽകുവാനായിട്ട് സാധിച്ചു. അത് ഏറ്റവും അർഹരായ ആളുകളുടെ കയ്യിലാണ് അത് ലഭിച്ചിട്ടുള്ളത്. ഭവനങ്ങളെല്ലാം വളരെ മനോഹരമായ ഭവനങ്ങളാണ്. വെറുതെ ചെറിയൊരു പ്രോജക്റ്റിന് വേണ്ടിയുള്ളൊരു പ്രോജക്റ്റായിട്ട് മാത്രമല്ല, ഓരോ ഭവനവും താമസിക്കുവാൻ സാധിക്കുന്ന മനോഹരമായുള്ള ഭവനങ്ങളായിട്ട് തന്നെയാണ് ഈ സങ്കേതം ഭവന നിർമ്മാണ പദ്ധതിയിലൂടെ ഭവനങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഏറ്റവും അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തി അവരുടെ ജീവിത കഥകൾ കേട്ടറിഞ്ഞും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയുമാണ് ഈ വീടുകൾ നിർമ്മിച്ചു നൽകിയത്. ഞാൻ ബാബു വള്ളിത്തോട്. ഞാൻ 10 വർഷമായിട്ട് വാടകയ്ക്കായിരുന്നു. എൻ്റെ കുടുംബം, ഞാനും എൻ്റെ ഭാര്യയും 3 മക്കളും അടങ്ങുന്ന എൻ്റെ കുടുംബം, 2 പെണ്ണും 1 ആണും. ഇവനാണ് ഡൊമിനിക്, എൻ്റെ മകൻ. ഇവൻ ജന്മതന്നെ ഡിസബിൾഡാണ്. അപ്പം വാടകയ്ക്ക് താമസിച്ചിട്ടിരുന്ന 10 വർഷക്കാലം എനിക്ക് ഒരാഗ്രഹമായിരുന്നു, സ്വപ്നമായിരുന്നു നല്ലൊരു വീട് എന്നത്. അത് മലബാർ മഹായിടവകയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ഇങ്ങനൊരു പദ്ധതി വരികയും കനിവ് പദ്ധതിയിലൂടെ എനിക്ക് സുന്ദരമായൊരു ഭവനം കിട്ടുകയും ചെയ്തു. എന്നെ ഉൾപ്പെടുത്തുകയും അതിന് ഞാനിന്നും മഹായിടവകയോട് കടപ്പെട്ടിരിക്കുന്നു. തിരുമേനിയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, ഈ കനിവിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ അംഗങ്ങളോടും ഉള്ള എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. ഈ വീടുകൾ വെറും 4 ചുമരുകൾ മാത്രമല്ല, ഒരമ്മയുടെ കണ്ണീരോടെയുള്ള പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ്. ഒരച്ഛൻ്റെ ജീവിതകാല സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ്. ഒരു കുഞ്ഞിൻ്റെ സുരക്ഷിതമായ നാളെയുടെ അടിത്തറയാണ്. കഴിഞ്ഞ 12 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒരു വീടിന് വേണ്ടിയിട്ട്. ദൈവം സഹായിച്ച് ഇപ്പോൾ ഞങ്ങൾക്കൊരു വീടായി.
ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് വാടക വീട്ടിൽ നടന്നിട്ട്. കുഞ്ഞുങ്ങളെയും കൊണ്ട് കുഞ്ഞുങ്ങൾ വലിയതാകുമ്പോഴത്തേക്ക് ഒരു വീടാകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട്. പള്ളിയിൽ പറയുകയും അച്ഛൻ വന്നുകൊണ്ട് എഴുതി കൊടുക്കാൻ പറയുകയും ഒക്കെ ചെയ്ത് കുറേ ഒരുപാട് പ്രാർത്ഥിച്ച് എല്ലാവരെയും പ്രാർത്ഥനയും കൊണ്ടായിരിക്കാം ഇവിടം വരെ എത്താൻ സാധിച്ചത്. എല്ലാവർക്കും ഈ ഇതിന് മുന്നിട്ടിറങ്ങിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾക്കിത് കിട്ടിയത്. ഇവിടുന്ന് അങ്ങോട്ടും എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരെയും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കും എന്നും. സങ്കേതമെന്ന ഈ പദ്ധതി മലബാർ മഹായിടവകയുടെ ചരിത്രത്തിൽ ഒരു ഭവന നിർമ്മാണ പദ്ധതിയായി മാത്രമല്ല, സ്നേഹത്തിന്റെ ഭാഷയിൽ എഴുതപ്പെട്ട ജീവിക്കുന്ന സുവിശേഷമായി അനേകം കുടുംബങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നും നിലനിൽക്കുന്ന ഒരു ഓർമ്മയായിരിക്കും. വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടൽ. പുലർച്ചെ 1 മണിക്ക് മുണ്ടക്കൈ ടൗണിലാണ് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായത്. രണ്ടാമത്തേത് ചൂരൽമല സ്കൂളിന് സമീപം 4 മണിയോടെയായിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായി മാറിയ ദിനങ്ങൾ. ഒരു നിമിഷം കൊണ്ട് സ്വന്തം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട മനുഷ്യർ. ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചതെല്ലാം കൺമുന്നിൽ തകർന്നു വീഴുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന കുടുംബങ്ങൾ. ആ ദുരന്തത്തിന്റെ വേദന ഇന്നും വയനാടിന്റെ കാറ്റിൽ മുഴങ്ങുന്നുണ്ട്. വേദനയിൽ തകർന്നവരെ ചേർത്ത് പിടിക്കാൻ, വിശപ്പോടെ കാത്തിരുന്നവർക്ക് ഭക്ഷണമാകാൻ, കണ്ണീരിൽ മുങ്ങിയ കുടുംബങ്ങൾക്ക് ആശ്വാസമാകാൻ അനേകം മനുഷ്യർ ആ സമയത്ത് ഒരുമിച്ച് നിന്നു. ഞാൻ ആ സമയത്ത് മേപ്പാടി CSI കോളേജ് മാനുവൽ ഇടവകയിലെ ചെയർമാനായിരുന്നു. അതുപോലെ തന്നെ മുണ്ടക്കൈ സഭയിലെ ചുമതല ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിൽ പ്രവർത്തിക്കാനായിട്ട്, ദുരന്തത്തിൽ പ്രവർത്തിക്കാനായിട്ട്, അതിൻ്റെ കാര്യങ്ങളിൽ സഹായിക്കാനായിട്ട് എനിക്കും സാധിച്ചു. ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ സഹായ ഹസ്തങ്ങളുമായിട്ട് ആ ദേശത്ത് വരികയും അവിടെ എല്ലാം നഷ്ടപ്പെട്ടവരെ സഹായിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തു. വലിയ ഒരു സഹായം ആ ദേശത്തേക്ക് ഒഴുകി എത്തുകയുണ്ടായി. അനേകരെ സഹായിക്കാനായിട്ട് സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ട് പല വിവിധ മഹായിടവകളിലെ തിരുമേനിമാരും മറ്റ് പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഭകളും ഒക്കെ വന്ന് അവിടെയുള്ള ആളുകളെ സഹായിക്കാനായിട്ട് വന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ ദേവാലയം ദേശത്തിൻ്റെ സഹായത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ ഒരു ഉപകാരത്തിന് വേണ്ടി തുറന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു. 1 മാസക്കാലത്തോളം ആ ദേവാലയം തുറന്നിട്ടും അതിൽ ഒരുപാട് ആ പ്രദേശത്തെ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകൾ താമസിക്കുകയും അവരുടെ രക്ഷാപ്രവർത്തകർ ആ ദേവാലയത്തിൽ താമസിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ ദുരന്തത്തിൽ ഒരു വലിയ സഹായം, ഒരു കൈത്താങ്ങായിട്ട് നിൽക്കുവാൻ ദേവാലയത്തിനും അവിടുത്തെ ശുശ്രൂഷകൾക്കൊക്കെ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ദുരന്തത്തിന്റെ ഭീകരതയ്ക്ക് മൗനസാക്ഷിയായി മുണ്ടക്കൈയിലെ നമ്മുടെ ദേവാലയം ഇന്നും അവിടെ നിലകൊള്ളുന്നു. ഭയന്ന് വിറച്ച് ജീവൻ രക്ഷിക്കാനോടിയ മനുഷ്യർ അഭയം തേടിയെത്തിയത് ഈ ദേവാലയമുറ്റത്തേക്കായിരുന്നു. ഒരു താഴ്വാരം പൂർണ്ണമായും ഒറ്റ രാത്രി കൊണ്ടില്ലാതായപ്പോഴും ഒരു പോറൽ പോലും ഏൽക്കാതെ ആ ദേവാലയം അവിടെ നിലനിന്നു. തകർന്ന ജീവിതങ്ങൾക്കും നഷ്ടപ്പെട്ട ഓർമ്മകൾക്കും നടുവിൽ നമ്മുടെ ദേവാലയം ഇന്നും അവിടെ തല ഉയർത്തി തന്നെ നിൽക്കുന്നു. പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും മാറ്റമില്ലാത്ത സാക്ഷ്യമായി. 2024 വയനാട്ടിലെ മുണ്ടക്കായി ചൂരൽമല പ്രദേശങ്ങളിൽ ഉണ്ടായ ലാൻഡ് സ്ലൈഡിൽ വസ്തുവകകളും ജീവനും നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഈ നാളുകളിൽ സ്ഥലം വാങ്ങിക്കുകയും വീടുകൾ പണി ആരംഭിക്കുകയും ചെയ്തു. തൃക്കൈപ്പറ്റ എന്ന സ്ഥലത്ത് നമുക്ക് 1 ഏക്കർ 10 സെൻറ്റ് സ്ഥലം നമ്മൾ വാങ്ങുകയും അവിടെ ഏകദേശം
16ഓളം ഭവനങ്ങൾ പണിയുവാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു. ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ അത് കൈമാറാനായിട്ട് നമുക്ക് സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അനേക വ്യക്തികളുടെയും സഭകളുടെയും സംഘടനകളുടെയും സഹായം കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് നടത്താനായിട്ട് സാധിച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ മഹായിടവകയുടെ വിവിധ സ്ഥാപനങ്ങൾ നമുക്കിതിനു വേണ്ടി സഹായം ചെയ്യുകയുണ്ടായി. ഏറ്റവും ഭംഗിയായിട്ട് മഹായിടവകയ്ക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു. പ്രതീക്ഷിക്കുന്നതിലപ്പുറമായ വളർച്ച കൈവരിക്കാനും മഹായിടവകയുടെ എല്ലാ തലങ്ങളിലും വളർച്ച കൈവരിക്കാൻ നമുക്ക് സാധിച്ചു. ഇത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പുതിയ പ്രോജക്റ്റുകളും പുതിയ സ്ഥാപനങ്ങളും ഈ നാളുകളിൽ ജനങ്ങളുടെ ഉന്നമനത്തിനായിട്ട് സ്ഥാപിക്കണം എന്ന ആഗ്രഹവും മഹായിടവകയ്ക്കുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് ഒരു വ്യക്തിയുടെ പ്രവർത്തനമോ അല്ലെങ്കിൽ ഏതാനും വ്യക്തികളുടെ പ്രവർത്തനമോ അല്ല. മഹായിടവക മുഴുവനായിട്ട് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. മഹായിടവകയുടെ ജനങ്ങളുടെ പ്രാർത്ഥനയും ഒരുമിച്ചുള്ള പ്രവർത്തനവുമാണ് നമ്മുടെ വിജയം. കൂടുതൽ ശക്തിയോടുകൂടി ദൈവത്തിൻ്റെ ദൗത്യത്തിൽ പങ്കാളികളാകാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. പുതുമകളുടെയും പരിവർത്തനങ്ങളുടെയും നിലയ്ക്കാത്ത പ്രവാഹമായി മഹായിടവകയുടെ ഈ യാത്ര തുടരുകയാണ്. മുൻപേ നടന്നവർ കൈമാറിയ അചഞ്ചലമായ വിശ്വാസത്തിന്റെ ദീപശിഖകൾ മുറുകെ പിടിച്ച് നാം ഈ യാത്ര തുടരും.